എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയ പ്രതിഫലം ലഭിക്കാൻ പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ചെറിയ സൂറത്ത് കേവലം 30 ആയത്ത് മാത്രം ഓതിയാൽ മതിയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, ഒരിക്കലും അവിടുന്ന് ജീവിതത്തിൽ ഒഴിവാക്കാതിരുന്ന ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം. ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ നേട്ടങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ജഗന്നിയന്താവായ റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ നബിതങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ വിഷമങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടെൻഷനുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് സന്തോഷമുള്ള, സമാധാനമുള്ള, റാഹത്തുള്ള, സ്വസ്ഥതയുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു തരുമാറാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവർക്കും ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകുമാറാകട്ടെ. പതിവ് പോലെ നമുക്കിന്നൊരു സൂറത്ത് പഠിക്കാം. പരിശുദ്ധ ഖുർആനിലെ വളരെ മഹത്വമുള്ളൊരു സൂറത്ത്. നമ്മളൊക്കെ കേട്ടതും അതുപോലെ തന്നെ അധികവും പാരായണം ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന ശ്രേഷ്ഠതകളൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന മഹത്തായ ഒരു 4 അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വലിയ 4 നേട്ടങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് അള്ളാഹുവേ, ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ എനിക്ക് നീ നൽകണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ വരെ പാകമായ ഒരു സൂറത്താണ് ഈ സൂറത്ത്. വേദനയ്ക്ക് പരിഹാരം, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികമായ വേദനകളിൽ നിന്നും മുക്തി നേടാനുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത്. അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിലെ കേവലം 30 ആയത്ത് മാത്രമുള്ള ഒരു സൂറത്ത്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഓതൽ പരിഗണനയുള്ള, പ്രത്യേക സുന്നത്തുള്ള നിസ്കാരത്തിൽ ഓതാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നൊരു സൂറത്ത്. നബി തങ്ങൾക്ക് ഈ സൂറത്ത് വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിൽ കാണാൻ കഴിയും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിലുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യനാമു ഹത്താ യഖറഅ ഹാദിഹി സൂറ, ഈ സൂറത്ത് ഓതുന്നത് വരെ മുത്തുനബി തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതിയിട്ടേ ഉറങ്ങാറുള്ളായിരുന്നു. അത്രത്തോളം നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സൂറത്ത് കൂടിയാണിത്. കേവലം 30 ആയത്ത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വാക്കുകളുടെ എണ്ണം തന്നെ പറയുന്നത് 380 വാക്കുകൾ, 380 കെലിമത്തുകൾ ചേർത്ത് വെച്ച അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത്. ഈ സൂറത്ത്, ഈ പറയാൻ പോകുന്ന സൂറത്ത് ആരെങ്കിലും ഒരാൾ ഒരു തവണ ഓതിയാൽ, ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഈ ഒരു 30 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ആ സൂറത്തിന് ബദലായി 60 തവണ ആ സൂറത്ത് ഓതിയ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് എന്ന് നബിതങ്ങൾ പറയാം. എന്ത്? ഒരു തവണ ഓതിയാൽ 60 തവണ ഓതിയ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. 60 ഹസനത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് എഴുതി കൊടുക്കുന്നതാണ്. 60 തിന്മകളെ അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. അതോടൊപ്പം തന്നെ ആ വ്യക്തി നാളെ സ്വർഗത്തിലെത്തുമ്പോൾ 60 സ്ഥാനങ്ങൾ, ദറജകൾ അള്ളാഹു ആ വ്യക്തിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 60 നന്മ ഒരു ദിവസം ചെയ്യണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ടെന്നറിയും. നമ്മൾ നിസ്കരിക്കുന്ന ഒരു നന്മ, അതുപോലെ തന്നെ നോമ്പനുഷ്ഠിച്ചാൽ മറ്റൊരു നന്മ, അതുപോലെ തന്നെ സ്വതക്ക കൊടുത്താൽ വേറൊരു നന്മ, ഇങ്ങനെ തുടങ്ങി 60 നന്മ നമ്മളൊരു ദിവസം ചെയ്യണമെങ്കിൽ എത്ര പണി നമ്മൾ എടുക്കണം. എന്നാൽ നബിതങ്ങൾ പറയാ, ഈ 30 ആയത്തുള്ള 380 കെലിമത്തുകൾ മാത്രമുള്ള ഈ ഒരു ചെറിയ സൂറത്ത് ഒരു തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ 60 തവണ ഈ സൂറത്ത് ഓതി കൂലി കിട്ടും. 60 തവണ ഈ സൂറത്ത് ഓതി കൂലി കിട്ടും. അതോടൊപ്പം തന്നെ 60 ഹസനത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. 60 നന്മ ചെയ്ത കൂലി എഴുതും. അതുപോലെ 60 തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയും ഒരു തവണ ഓതിയാൽ. അതുപോലെ അതോടൊപ്പം തന്നെ 60 ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കും. നോക്ക്, അപ്പോൾ ഒരു തവണ ഓതിയാൽ കിട്ടുന്ന നേട്ടം എത്രയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. ഈ 60 തവണ കിട്ടുന്ന പ്രതിഫലം ഉണ്ടല്ലോ, 60 തവണ ഓതിയ കൂലി കിട്ടുന്ന മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ 60 തവണയിലെ ഓരോ തവണയുടെ കൂലിക്കും ഇതുപോലെ തന്നെ 60 നന്മ, 60 തിന്മ മായ്ക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? അയാൾക്ക് കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് ഈ സൂറത്ത് ഒരു തവണ പാരായണം ചെയ്യലെന്ന്. ഏതാണ് ആ സൂറത്ത്?
പരിശുദ്ധ ഖുർആനിലെ മഹത്തായ സൂറത്തു സജദ. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ഓതാൻ കൽപ്പിച്ച, നമ്മോട് കൽപ്പിച്ച സുന്നത്തായ ഒരു സൂറത്ത് അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തവണ ഓതാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നാമത് കിട്ടുന്ന നേട്ടം, ഈ ഒരു സൂറത്ത് ഒരാൾ ഒരു ദിവസം ഓതി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ ആരെങ്കിലും ഇത് പതിവാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എത്രയാണ് എന്ന്. അള്ളാഹു നമുക്കെല്ലാം പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരു തവണ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ രാത്രി മുഴുവൻ അയാൾ നിന്ന് നിസ്കരിച്ചവനെ പോലെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ എത്ര കൂലി അയാൾക്ക് എഴുതപ്പെടും. നമ്മളതൊക്കെ കാണുന്നതും കേൾക്കുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ റമദാനിൽ മാത്രമാണ്. അതും റമദാൻ്റെ അവസാനത്തെ ഒറ്റ രാവിലെ ചെയ്യാൻ പറ്റുന്നവർ, അത്ര ക്ഷമയുള്ളവർ മാത്രമേ അതിന് പങ്കെടുക്കാറുള്ളൂ അല്ലേ. നമ്മുടെ പള്ളികളിലും അതുപോലെയൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ രാത്രി ഹയാത്താക്കുന്ന, റമദാൻ്റെ രാത്രികൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഹയാത്താക്കുന്ന ഒരു സ്വഭാവം കണ്ടുവരാറുണ്ട്. എന്നാൽ അതിൽ പങ്കെടുക്കുന്നതോ അത്രയേറെ ആത്മാർത്ഥതയുള്ളവരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കി, ഈ സൂറത്ത് ഒരു 30 ആയത്തൊരു ദിവസം ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്ന, ഈ റമദാനിൽ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, രാത്രി മുഴുവൻ ഹയാത്താക്കൽ, അത് മുഴുവനും ചിലപ്പോൾ ഹയാത്താക്കൂല, പകുതി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഉറങ്ങിയാലും കൂലിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ പ്രതിഫലം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ആ പ്രതിഫലം ഈ ഒരു സൂറത്ത് ഒരു തവണ ഓതുന്ന ആൾക്ക് അള്ളാഹു എഴുതും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഈ സൂറത്ത് എപ്പോഴെങ്കിലും പാരായണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി നിന്ന് നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു അയാൾക്ക് കൊടുക്കുന്ന, രാത്രിയെ ഹയാത്താക്കിയ കൂലി, നിസ്കാരം കൊണ്ട്, അതുപോലെ തന്നെ മറ്റ് ദിക്റുകളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, ഇങ്ങനെ തുടങ്ങി ആ രാത്രിയെ ഹയാത്താക്കാൻ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ കൊണ്ട് ആ രാത്രി ഹയാത്താക്കിയ പ്രതിഫലം അള്ളാഹു ആ വ്യക്തിക്ക് എഴുതും ഒരൊറ്റ തവണ ഈ സൂറത്ത് പാരായണം ചെയ്യുക, സൂറത്ത് സജദ ഓതിയാൽ. ഇനിയോ ഇത് ഒരു പ്രതിഫലം. ഇനി ഇതോടൊപ്പം മറ്റൊരു പ്രതിഫലം കേൾക്കണോ? ഇതിനേക്കാൾ വലുതൊന്ന്. നമ്മളൊക്കെ കഷ്ടപ്പെടും റമദാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാനിലെ രാത്രികളിൽ നമ്മളൊക്കെ കഷ്ടപ്പെടും അല്ലേ, ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടിയിട്ട്, ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കുക, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പള്ളിയിൽ രാപ്പാർക്കുക, തുടങ്ങി എഴുത്തിക്കാഫിരിക്കുക, ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഖുർആൻ ഓതുക, നമ്മൾ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യും, അതൊക്കെ ചെയ്യും ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹു ഒരുപാട് റമദാനെ സ്വീകരിക്കാനും ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഹയാത്താക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, കേട്ടോളി ഹദീസ്, മൻ ഖറഅ അലിഫ് ലാം മീം തൻസീൽ, ആരെങ്കിലും ഒരാൾ സൂറത്തു സജദ പാരായണം ചെയ്താൽ, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്നാണ് തുടങ്ങുന്നത്. വളരെ മനോഹരമായിട്ട് ഓതാൻ പറ്റുന്ന ഒരു സൂറത്ത് കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم صدق الله العظيم. ഇങ്ങനെ മനോഹരമായി നമുക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണ്. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ, ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നബിതങ്ങൾ പറയും, ആരെങ്കിലും ഒരാൾ മൻ ഖറഅ അലിഫ് ലാം മീം തൻസീൽ, ഈ സൂറത്ത് സജദ ആരെങ്കിലും പാരായണം ചെയ്താൽ, അതോടൊപ്പം തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂറത്താണ് വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. ഈ സൂറത്തും ഒരാൾ പാരായണം ചെയ്തു. അപ്പോൾ ഈ സൂറത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ
ഫകഅന്നമാ അഹ്യാ ലൈലത്തുൽ ഖദ്ർ സുബ്ഹാന ജല്ല ജലാലുഹു. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഹയാത്താക്കിയവനെ പോലെയാണ് അവൻ എന്ന്. അതായത് ലൈലത്തുൽ ഖദ്റിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ കരസ്ഥമാക്കുന്ന ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി ഹയാത്താക്കിയവനെ പോലെ പ്രതിഫലം ഈ 30 ആയത്തുകൾ ഓതിയാൽ ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ നബി തങ്ങൾ. എന്താ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത? 80 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി, 80 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ് ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ദിവസവും ലൈലത്തുൽ ഖദ്റിന്റെ കൂലി ലഭിക്കാൻ, എല്ലാ ദിവസവും ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കിയ കൂലി ലഭിക്കാൻ എല്ലാ ദിവസവും 30 ആയത്ത് ഓതിയാൽ മതിയെന്ന്. എത്ര വലിയ സൗഭാഗ്യമാണില്ലേ. അള്ളാഹു ഇനി ഓതുന്ന സമയത്ത് ആ നീയത്തോടുകൂടി ആ ശ്രേഷ്ഠത മനസ്സിലാക്കി ഓതാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പൊ ഇനി മുതൽ ഓതുമ്പോൾ എന്ത് ചെയ്യാം? അള്ളാഹു എനിക്ക് ലൈലത്തുൽ ഖദ്റിന്റെ പ്രതിഫലം നൽകും എന്ന നിയത്തോടുകൂടി. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുത്തുനബി തങ്ങളെ ഹദീസ് വിശദീകരിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, ഇങ്ങനെ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ആളുകൾ, എല്ലാ ദിവസവും പോകുന്ന ആളുകൾ, അയാൾ റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും ഒക്കെ പോകുന്ന ആളാണ്. ഇനി നമ്മുടെ പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ റമദാനിൽ നമ്മൾ ഈ സൂറത്ത് ഓതും പതിവാക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹു ലൈലത്തുൽ ഖദ്ർ തട്ടിക്കളയോ? ഉറപ്പായിട്ട് അള്ളാഹു നൽകൂലേ? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഈ സൂറത്ത് പതിവാക്കുന്നവരെ അള്ളാഹു ലൈലത്തുൽ ഖദ്ർ തട്ടിക്കളയൂല. അവർക്ക് ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കാൻ അവസരം അള്ളാഹു കൊടുക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ചേർത്ത് വരുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്യാ? മഹത്തായ സൗഭാഗ്യം കൈവരിക്കാൻ ഈ 30 ആയത്തുകൾ എല്ലാ ദിവസവും ഓതിയാൽ മതി. രണ്ടാമത്തെ നേട്ടം അതാണ്. ഇനിയോ മൂന്നാമതായി നമുക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം ഞാൻ പറഞ്ഞുതരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ്, ആരെങ്കിലും ഒരാൾ ഈ പരിശുദ്ധ ഖുർആൻ, ഈ സൂറത്ത് എല്ലാ രാത്രിയിലും ഓതുകയാണ് എങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് ഒരാൾ ഇത് ഓതി, വെള്ളിയാഴ്ച രാവിൽ പ്രത്യേക പരിഗണനയോട് കൂടിയിട്ട് എന്ത് ചെയ്തു? സൂറത്തുൽ സജദ ഓതി. എല്ലാ ദിവസവും ഓതാൻ പറ്റിയില്ല, എന്നാൽ അയാൾ എല്ലാ വെള്ളിയാഴ്ച ഓതും, എല്ലാ വെള്ളിയാഴ്ച രാവും ഓതും. അങ്ങനത്തെ ഒരാൾ, എന്നാൽ അയാൾക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ഓതുന്ന ആളാണ് എങ്കിൽ അഅ്താഹുല്ലാഹു കിതാബഹു ബിയമീനിഹി, യജമാനനായ റബ്ബ് നാളെ മഹ്ശറിൽ അയാൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് മൂപ്പര് ചെയ്ത അമലുകൾ മുഴുവൻ എഴുതിയ റെക്കോർഡുണ്ടല്ലോ, കിതാബ് അയാളുടെ വലത് കൈയിൽ കൊടുക്കുന്നതാണ് എന്ന്. അള്ളാഹു വലത് കൈയിൽ കിതാബ് വാങ്ങാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. വലത് കൈയിൽ കിതാബ് കിട്ടാൻ ഈ സൂറത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും മുടങ്ങാതെ പതിവാക്കിക്കോളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എന്ത് ചെയ്താൽ മതി? എല്ലാ വെള്ളിയാഴ്ച രാവിലും ഈ ഒരു സൂറത്ത് നമ്മുടെ പള്ളികളിലൊക്കെ മിക്കപ്പോഴും സുബഹിക്ക്, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിൽ സൂറത്ത് സജദയാണ് പാരായണം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് കേൾക്കലും അതിൻ്റെ കൂടെ പാരായണം ചെയ്യലും ഒക്കെ നമുക്ക് കൂലിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? എപ്പോഴും ഓതുന്ന ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓതാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും ഇത് പതിവാക്കുക. എല്ലാ വെള്ളിയാഴ്ച രാവിലെങ്കിലും കുറഞ്ഞ പക്ഷം ഈ സൂറത്ത് നമ്മൾ പതിവായി ഓതുക. നാലാമതായ ആൾക്ക് കിട്ടുന്ന നേട്ടം അറിയോ? വലം യുഹാസിബുഹു ബിമാ ഖാന മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ ചെയ്തു കൂട്ടിയ നന്മതിന്മകളെ കണക്കെടുത്ത് വിചാരണ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ ഈ വ്യക്തിയെ ഹിസാബില്ലാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നതാണ്. സ്വർഗത്തിലേക്ക് അള്ളാഹു കടത്തിവിടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മയൊക്കെ ചേർത്ത് വരുമാറാകട്ടെ. വലിയ നേട്ടങ്ങൾ അള്ളാഹു നൽകുന്ന ഒരു സൂറത്ത് കൂടിയാണ്. ഈ സൂറത്തിൽ കിട്ടുന്ന അഡീഷണൽ ഒരു നന്മ, ഒരു ഗുണം കൂടി, അല്ലെങ്കിൽ ഒരു പ്രതിഫലം കൂടി ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. 4 നേട്ടങ്ങൾ എണ്ണി ആ കൂട്ടത്തിൽ ഇനി ഒന്നും കൂടെ ഒരു എക്സ്ട്രാ ഒരു നേട്ടം കൂടി മഹാന്മാർ പഠിപ്പിച്ചിരുന്ന 5ാമതായി കിട്ടുന്ന വലിയൊരു നേട്ടം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഈ സജദ സൂറത്ത് മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സൂറത്തായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സൂറത്തു സജദ സ്ഥിരമായി ഓതുന്ന ആളുകൾ ഓതുന്ന സമയത്ത് ഇതെൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള സൂറത്താണല്ലോ എന്ന് കരുതിയിട്ടും കൂടെ നിയ്യത്ത് വെച്ച് ഓതുകയാണെങ്കിൽ വലിയ പ്രതിഫലം. അങ്ങനെ ഓതുന്ന ആളുകൾക്ക് നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന മുത്തുനബി തങ്ങളുടെ റുഫഖാഇന്റെ കൂട്ടത്തിൽ, റഫീഖുമാരുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം? നാളെ മഹ്ശറിൽ വന്ന് നിൽക്കാൻ പറ്റും. മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ നബിതങ്ങളുടെ, മുത്തുനബിതങ്ങളുടെ കൂട്ടുകാർ വരട്ടെ എന്ന് വിളിക്കുന്ന സമയത്ത് നബിതങ്ങളുടെ കൂടെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? ആ കൂട്ടത്തിൽ ചേരാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നബിതങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തു സജദ ഈ 30 ആയത്തുകൾ പാരായണം ചെയ്താൽ മതി. അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. നബിതങ്ങളുടെ കൂട്ടുകാരെ കൂട്ടെ, നബിതങ്ങളുടെ മാത്രമല്ല, അഹ്ലി ബൈത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളും അവിടുത്തെ അഹ്ലു ബൈത്ത്, മഹദി ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങി അവിടുത്തെ പരമ്പര അഹ്ലു ബൈത്ത്, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളടക്കം, റിഫായി തങ്ങളടക്കം, അങ്ങനെ തുടങ്ങിയിട്ട് സയ്യിദന്മാർ, സാദാത്യങ്ങൾ, കഴിഞ്ഞുപോയ മഹത്തുക്കൾ മുഴുവൻ ഒരുമിച്ച് കൂടുന്ന ആ വലിയ മുത്തുനബി തങ്ങളുടെ റഫീഖുമാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമുക്കും ഒരുമിച്ച് കൂടി നിൽക്കാൻ ഭാഗ്യം അല്ലാഹു നൽകും. ഈ ഒരു കേവലം 30 ആയത്തുകൾ പാരായണം ചെയ്താൽ നമുക്ക് എത്ര വലിയ നേട്ടാണെന്ന് ഇല്ലേ? നമ്മൾ ഇതിനൊക്കെ വേണ്ടി എന്ത് അമല വേറെ ചെയ്യുന്നത്?
നമ്മുടെ കയ്യിൽ വേറെ എന്ത് അമലാണ് ഇതിനു വേണ്ടിയിട്ടുള്ളത്? ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മുടങ്ങാതെ സൂറത്തു സജദ ഏതെങ്കിലും ഒരു സമയത്ത് പാരായണം ചെയ്യാം. കിട്ടുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യുക, പാരായണം ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇനി സൂറത്തു സജദ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന കുറച്ച് പ്രൊട്ടക്ഷനുകൾ, സംരക്ഷണങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ മനസ്സിലാക്കി ഓതാം. നമുക്ക് അതും വേണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, നമുക്ക് ഏറ്റവും വലിയ ശത്രുവായി നമ്മൾ കാണേണ്ടത് ഇബ്ലീസിനെയാണെന്ന് പറയും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇബ്ലീസ് വരും, ഇബാദത്തുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരും, വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരും. നബി തങ്ങൾ പറയാം, ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് സജദ വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ, അല്ലെങ്കിൽ അയാൾ പാരായണം ചെയ്തു, അയാളുടെ ഓഫീസിൽ വെച്ചാണെങ്കിലും കടയിൽ വെച്ചാണെങ്കിലും പള്ളിയിലിരുന്നാണെങ്കിലും എവിടെ ഇരുന്നാണെങ്കിലും ശരി, അദ്ദേഹം പാരായണം ചെയ്തു. ഇനി ഉമ്മമാരാണെങ്കിൽ അവരുടെ വീട്ടിൽ മുസല്ലയിൽ ഇരുന്നുകൊണ്ട് അവർ പാരായണം ചെയ്തു. അങ്ങനെ ആരെങ്കിലും ഒരാൾ സൂറത്തു സജദ പാരായണം ചെയ്താൽ ലം യദ്ഖുലി ശൈത്താനു ഇലാ ബൈതിഹി ലിസലാസതി അയ്യാം, ആ പാരായണം ചെയ്തതു മുതൽ 3 ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് ആര് വരൂല? സാക്ഷാൽ ഇബ്ലീസ് കടന്നു വരൂല. അപ്പൊ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന വീട്ടിലേക്ക് ഇബ്ലീസ് അടുക്ക പോലും ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഇത് പാരായണം ചെയ്ത ഇന്ന് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ആര് വരൂല എൻ്റെ വീട്ടിലേക്ക്? ഇബ്ലീസ് കടന്നു വരികയില്ല. ഇബ്ലീസ് കടന്നു വരാത്ത വീടാണെങ്കിൽ എത്ര റാഹത്ത് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും ആ വീട്ടിൽ, എത്ര സന്തോഷം ഉണ്ടാകും. നിസ്കാരം മുടക്കുക ആരെങ്കിലും? ഇല്ല. ആരെങ്കിലും പിന്നെ തെറ്റുകൾ ചെയ്യൂ? ഇല്ല. ഇബ്ലീസ് കടന്നു വരാത്ത വീടാണെങ്കിൽ ആ വീട്ടിൽ വലിയ റാഹത്ത് ഉണ്ടാകും, സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. എന്ത് ചെയ്താൽ മതി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അവർക്ക് കിട്ടുന്നൊരു സമയത്ത് ഇത് പാരായണം ചെയ്താൽ അവരുടെ വീട് റാഹത്തായിരിക്കും, സന്തോഷമായിരിക്കും. ഇബ്ലീസിന്റെ ഷർറിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കും. ഒന്നാമത് കിട്ടുന്ന മൻഫഅത്ത് അതാണ്, പ്രതിഫലം അതാണ്. ഇനി മറ്റൊരു നേട്ടം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അതിപ്പോൾ ശരീരത്തിൽ മുറിവ് സംഭവിച്ചുള്ള വേദന ആകട്ടെ, ഇനി അതല്ല തലവേദന പോലെ, മൈഗ്രെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളാകട്ടെ, എന്ത് വേദനയാകട്ടെ, ഇനി വയറ് സംബന്ധമായ വിഷയം വേദനയാകട്ടെ, ചില ആളുകൾ നിത്യരോഗികളായി, ക്യാൻസർ ബാധിച്ചവർ, ട്യൂമർ ബാധിച്ചവർ, അതിൻ്റെ സംബന്ധമായ വേദനകൾ, ഇങ്ങനെ തുടങ്ങി കലുഷമായ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, എത്ര വലിയ കഠിന വേദനയാണെങ്കിലും ശരി, അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളാണ് എങ്കിൽ അവർക്കുള്ളൊരു മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ സൂറത്തു സജദ ഒരു ചരടിലോ നൂലിലോ മറ്റോ മന്ത്രിച്ച് എന്ത് ചെയ്യുക, ആർക്കാണ് വേദനയുള്ളത് ആ വേദനയുള്ള ആളുടെ ശരീരത്തെ അത് കെട്ടുക. ഇപ്പം എനിക്കാണ് വേദനയെങ്കിൽ എൻ്റെ ശരീരത്തെ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, കയ്യിലോ അല്ലെങ്കിൽ ഇടുപ്പിലോ അരയിലോ ഒക്കെ എന്ത് ചെയ്യുക, എവിടെയാണോ കെട്ടാൻ പറ്റുന്നത് അവിടെ കെട്ടാം. ചില ആളുകളുണ്ട് ഈ വശത്ത് കെട്ടിവെക്കുന്നത് കാണാം. ഈ ചരടൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കുക. അതൊരു നല്ല ശീലം അല്ല എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു കെട്ടൽ എവിടെയും നമ്മുടെ ഇസ്ലാമികപരമായി എവിടെയും കണ്ടിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, മറഞ്ഞ ഭാഗത്ത് കെട്ടിവെക്കാം. ഒന്നിരിക്കൽ തോളിലോ അല്ലെങ്കിൽ ഇടുപ്പിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, കാണാൻ പറ്റാത്ത ഭാഗത്ത് എന്ത് ചെയ്യുക, കെട്ടിവെക്കാം. അങ്ങനെ വേദന അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിൽ ഇത് ബന്ധിച്ചു കഴിഞ്ഞാൽ, ഇത് കെട്ടിവെച്ച് ഈ സൂറത്ത് മന്ത്രിച്ച് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അവരുടെ വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് എത്ര വേദനയാണ്, ഏത് വേദനയാണെങ്കിലും ശരി, അതിപ്പോൾ ഇനി മുറിവുണ്ടായ വേദനയാണ്, അല്ലെങ്കിൽ ഏതാണ് വജ്ഉ റഅസ്, തലവേദന പോലത്തെ ബുദ്ധിമുട്ടാണ്, മൈഗ്രെയിൻ പോലത്തെ ഇടങ്ങേറെ കലുഷിതമായ വേദന, അങ്ങനെയാണ്. എന്നാൽ അതൊക്കെ നീങ്ങി കിട്ടാൻ ഈ ഒരു കെട്ടൽ മതിയാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദനകൾ ശിഫയാക്കി കൊടുക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരിക. ഈ സൂറത്തിന് ഇനിയും നേട്ടങ്ങൾ ഒരുപാട് മഹാന്മാർ എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മനസ്സിലാക്കി അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ നന്മകളൊക്കെ നൽകണേ അല്ലാഹ് എന്ന നല്ല നിയ്യത്തോടു കൂടി ഇനി പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ അല്ലാഹു കരസ്ഥമാക്കുന്നവരിൽ നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദുആ ഇറക്കണമെന്ന വസിയത്തോടു കൂടി വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.